വീടിനുള്ളിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളിങ്ങനെ വാളിൽ നിന്ന് പെയിൻറ് ഇളകി പോരുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറേ വീടുകളിൽ അത് ഈർപ്പത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് നോർമലി അങ്ങനെ വരാറ്. അത് ഗ്രൗണ്ട് ലെവലും വരാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ സീലിംഗ് ലെവലിലൊക്കെ ആയാലും അത് വരാറുണ്ട്. അതായത് വെള്ളത്തിൻ്റെ അംശം എവിടെയുണ്ടോ അവിടെയെല്ലാം ഇങ്ങനൊരു പോസിബിലിറ്റി കാണാറുണ്ട്. സോ അതിന് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വീണ്ടും വരാതിരിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റാണ് ഹൈഡ്രോലോക്ക് എന്ന് പറയും ഇതിന്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ എക്സിസ്റ്റിംഗ് വാളിൽ പെയിൻറ് ഇളകിയിരിക്കുന്ന സർഫസിനെ നമ്മൾ ഫുൾ സ്ക്രാപ്പ് ചെയ്യണം. സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞ് ആ സർഫസ് ഡയറക്റ്റ്, അതായത് അതിൻ്റെ പ്ലാസ്റ്റർ വരെയും എക്സ്പോസ് ചെയ്തതിന് ശേഷം ആ സർഫസിലേക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോട്ട് ഓഫ് ഹൈഡ്രോലോക്ക് അപ്ലൈ ചെയ്യണം. ഈ ഹൈഡ്രോലോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അത് ഒരു 4 to 6 hours കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് 2 കോട്ട് പുട്ടി, 1 കോട്ട് പ്രൈമർ, 2 കോട്ട് പെയിൻറ്റ്, ഇങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് നമ്മൾ ആ വാളിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്രയും കൂടെ ലൈഫ് കിട്ടും, അല്ലെങ്കിൽ ഈ ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എപ്പോഴും വെള്ളത്തിൻ്റെ സോഴ്സ്, അതായത് ഈ ഈർപ്പം എവിടെ നിന്ന് വന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമ്മൾ തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു പ്രിവെൻഷൻ, അല്ലെങ്കിൽ അതിനെ കുറച്ച് നാളും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താം എന്നുള്ളൊരു പോസിബിലിറ്റി മാത്രമാണ് ഹൈഡ്രോലോക്കിനുള്ളത്.